സുഹൃത്തുക്കളെ, ഒരു വർക്ക് തീർക്കേണ്ട തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഒരു കസ്റ്റമർ വിളിച്ച് പൈപ്പ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. ചെന്ന് നോക്കുന്ന സമയത്ത് മുട്ടം പണി. കാരണം എന്താ കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ജിഎ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം മാന്തി എടുക്കണം, മൊത്തം ബ്രിക്ക് കൊണ്ട് കെട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ തൽക്കാലം അത് ബ്ലോക്ക് ചെയ്ത് പോയി. പിറ്റേന്നൊക്കെ കസ്റ്റമർ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പുഴക്കിയെടുത്ത് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്കാണ് അടുത്തൊരു പണി കിട്ടിയത്. ഈ കാണുന്ന MT ഒന്ന് ടൈറ്റ് ചെയ്തതാണ്. ടൈറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ ലെവലിൽ സൗണ്ട് കേട്ടു. ഇപ്പോൾ തിരിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോലും ചെയ്തു കേട്ടോ. കമ്പനിക്കാരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓവർ ടൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ ഞാൻ വേറൊരു കമ്പനിയുടെ സാധനം വാങ്ങിക്കൊടുക്കും, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത്. ഞാൻ കസ്റ്റമറാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ വെച്ച് നമ്മൾ സാധാരണ ഇങ്ങനത്തെ പുതിയ വീടുകളിലൊക്കെ സ്റ്റീൽ ബെൻഡ് ഉപയോഗിക്കുക. അത് 3/4 ഇഞ്ച് ഉപയോഗിക്കുക കേട്ടോ. 1/2 ഇഞ്ചൊന്നും ഉപയോഗിക്കരുത്, 3/4 ഇഞ്ച് ഉപയോഗിക്കുക. 3/4 ഇഞ്ച് സ്റ്റീൽ ബെൻഡ് ആകുമ്പോൾ ഒന്നുകൂടി ബലം കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് സെറ്റായി കൊടുത്തു. അവിടെ പൈപ്പ് കാണുന്ന ഭാഗം നോക്കണ്ട, അവിടെ മൊത്തം കെട്ട് വരും കേട്ടോ. അതൊക്കെ മൂടിപ്പോകും, അവിടെ തിട്ട് പോലെ വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു കിച്ചൻ്റെ ഉള്ളിൽ സിങ്ക് ടാപ്പ് വെക്കാണ്ടായിരുന്നു. അതേപോലെ ഒരു സോക്കറ്റും നമുക്ക് മാറ്റി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊക്കെ പാടെ വാങ്ങിയൊരു ഏകദേശം ഒരു 1.25 മണിക്കൂർ, 2 മണിക്കൂറിൻ്റെ അടുത്ത്. സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 500 റുപ്യാണ് ഞാൻ വാങ്ങിയത്. ശരിക്കും 750 റുപ്യ പറയേണ്ട കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളതൊരു സുഹൃത്തുമാണ്, നമ്മൾ അറിയുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ എമൗണ്ട് പറഞ്ഞത്. ശരിക്കും ഇങ്ങനത്തെ ഒരു വർക്ക് വരികയാണെങ്കിൽ ഒരു മിനിമം ഒരു 750 റുപ്യെങ്കിലും വാങ്ങണം. അപ്പോൾ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യാം.